അങ്ങനെ മേക്കപ്പ് ഒക്കെ ഇട്ട് കഴിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ. മേക്കപ്പ് ഒക്കെ ഇട്ട് കഴിഞ്ഞു. ഉണ്ടോ, ഇത്രയേ ഉള്ളൂ. ചെറുതായിട്ട് മേക്കപ്പ് ചെറുതായി കൂടി പോയ ചേട്ടാ. അതെനിക്കൊന്ന് ഈ ഡ്രസ്സിൻ്റെ കൂടെ ഹൈലൈറ്റ് ചെയ്ത് എളുപ്പമുണ്ടെന്ന് തോന്നുന്നല്ലേ. ഇത്രേ ഉള്ളൂ. ഉണ്ടോ, കണ്ണെഴുതിയപ്പോൾ കംപ്ലീറ്റ് ആയല്ലേ. ഇത്രേ ഉള്ളൂ എൻ്റെ മേക്കപ്പ്. ഇനി മുടി സെറ്റ് ചെയ്യണം. ഇതാണ് എൻ്റെ ഫൈനൽ സെറ്റപ്പ്. എനിക്ക് ഹെയർ ബാൻഡ് വെച്ചില്ലേ ഒരു സന്തോഷവും സമാധാനവും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഹെയർ ബാൻഡും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ഫൈനൽ ലുക്ക്. ഇച്ചിരി ചെറുതായിട്ട് മേക്കപ്പ് കൂടി. അത് മേക്കപ്പിൻ്റെ അല്ലേ, കറുത്തമാരായിട്ട് കോലമുണ്ട് രൂപമുള്ളതുകൊണ്ടാണ് തോന്നുന്നു കേട്ടോ. അപ്പോൾ പോയിട്ട് വരാം. നമുക്ക് ഇന്ന് എവിടെ കറങ്ങാൻ പോകുന്നത്? ഞാൻ തന്നെ ഉള്ളൂ. ഞാൻ വീട്ടിലിരുന്ന് മടുത്തു ഗൈസ്, വീട്ടിലിരുന്ന് മടുത്തു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചെന്നാൽ കറങ്ങാൻ പോയേക്കാം. നമ്മുടെ കറങ്ങാൻ പോകുന്നേ ഗലേറിയ മോൾ പോയേക്കാം. പോവാം നമുക്ക് ഗലേറിയ മോളിൽ. കമോൺ. തന്നെ ഉള്ളതുകൊണ്ടേ ഈ ബാഗ് എടുക്കാം അല്ലേ. ഇതിനകത്ത് ഒരു വെടിക്കുള്ള മരുന്ന് പോവും, എല്ലാം പോവും. നീരിക്കുട്ടൻ്റെ ഫോട്ടോ ഇരിക്കുന്നുണ്ട്, പഴയ ഫോട്ടോ. വണ്ടിയുടെ കീ ഒക്കെ എടുത്ത് നമുക്ക് പോവാം. നമ്മുടെ വീട് കണ്ടുപിടിക്കാൻ വലിയ പാടൊന്നുമില്ല കേട്ടോ. അതെ, ഈ ഡോറയിൽ കുരിശുള്ള വീടാണേ. ഞാൻ എപ്പോഴും അടയാളം അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്. വീടിൻ്റെ അകത്തും കുരിശ്, വീടിൻ്റെ പുറത്തും കുരിശല്ലേ. അങ്ങനെ നമ്മൾ ഗലേറിയ മോളിലോട്ടുള്ള യാത്ര തിരിച്ചു. ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു ഗലേറിയ മോളിൻ്റെ ഒരു പോക്കെന്ന് പറഞ്ഞാൽ ചുമ്മാ വീട്ടിലിരുന്ന് മടുത്തിട്ട് ഞാൻ പോകുന്നൊന്നുമല്ല. അതിലൊരു വിൻഡോ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടൊന്നുമല്ല, ഒരു ലക്ഷ്യം മുന്നിൽ വെച്ച് ഞാൻ പോകുന്ന. കുറേ നാളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഇവിടെ ഒന്ന് പോകണം എന്ന്. പലപ്പോഴും ഇങ്ങനെ എന്താ പറയുന്നത്, ജസ്റ്റോട് പോകാമെന്നൊക്കെ പറഞ്ഞ് ഗലേറിയ മോളിൽ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, പോയിട്ടില്ല. നമ്മൾ പാർക്ക് ചെയ്തേക്കുന്ന P4 അതൊക്കെ ഞാൻ ഫോട്ടോ എടുത്ത് വെക്കുക. അല്ലെങ്കിൽ ഉണ്ടല്ലോ എനിക്കൊരു ഒരു കൺഫ്യൂഷൻ. അതിൻ്റെ ദൈവമേ, കാരണം ഗലേറിയ മോൾ എനിക്ക് വലിയ പരിചയം അധികം ഇല്ല. മറ്റേ അൽവാദ മോളാണെങ്കിൽ മുഴുവൻ കണ്ണടച്ച് എനിക്കറിയാം. പക്ഷേ ഗലേറിയ മോൾ അധികം പോയി ഒത്തിരി ഒന്നും പോയിട്ടില്ലാത്തതുകൊണ്ടും പിന്നെ തന്നെ പോകുന്നതുകൊണ്ട് പാർക്കിംഗ് ഒക്കെ ഞാൻ ഫോട്ടോ എടുത്ത് വെക്കുക. എവിടെ പാർക്ക് ചെയ്തെന്ന് കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നെപ്പോലെ അങ്ങനെ ഫോട്ടോ എടുത്ത് വെക്കുന്ന ആൾക്കാരുണ്ടോ പാർക്കിങ്ങിൽ? അങ്ങനെ നമ്മൾ ഫൈനൽ ഗലേറിയ മോളിൽ വന്നെത്തി. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഗലേറിയ മോളിൽ എന്തിനാണ് വന്നതെന്നുള്ള കാര്യമല്ലേ. അത് സസ്പെൻസ്. ഞാൻ പറയാം. ഞാൻ സത്യം പറഞ്ഞാൽ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുക കേട്ടോ. ഞാൻ ഈ അന്വേഷിക്കുന്ന ഷോപ്പ് അങ്ങനെ തപ്പിയപ്പോഴാണ് കണ്ടോ ഗലേറിയ മോളിനകത്ത് നമ്മുടെ വിശ്വസ്ത സ്ഥാപനം സെഹ. ഞാൻ വർക്ക് ചെയ്യുന്ന സെഹയുടെ ക്ലിനിക്കുണ്ട്. അത് എനിക്കൊന്ന് സ്ക്രീനിങ് സെൻ്റർ ആണെന്ന് തോന്നുന്നല്ല, സ്ക്രീനിങ് സെൻ്ററാണ് സെഹയുടെ. ഇതുണ്ടോ ഗലേറിയ മോള്. ഈ ഒരു എക്സ്റ്റൻഷനാണ്. ഇതുണ്ടോ, ഇതിൻ്റെ അടിയിൽ കൂടെയാണ് റോഡ് പോകുന്നത്. അബുദാബിയിലുള്ളവരൊന്ന് കണ്ണടച്ചേക്ക് കേട്ടോ. അബുദാബി UAയിലുള്ളവർക്കൊക്കെ അറിയാം. ഈ എക്സ്റ്റൻഷൻ എന്നപ്പോൾ കൊണ്ട് ഇവിടുന്ന് നമുക്ക് ക്ലീവ്ലാൻഡ് ക്ലിനിക്ക് ഹോസ്പിറ്റലൊക്കെ കാണാം. എൻ്റെ കൂടെ ജോലി ചെയ്ത ഒത്തിരി പേര് ഇപ്പോൾ ക്ലീവ്ലാൻഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്. SKMC ജോലി ചെയ്തിരുന്നവരൊക്കെ. പണ്ട് SKMC മാനേജ് ചെയ്തുകൊണ്ടിരുന്നത് ക്ലീവ്ലാൻഡാണ്. ഇവിടുത്തെ വൺ ഓഫ് ദി ബെസ്റ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റൽ എന്ന് വേണമെങ്കിൽ പറയാം ക്ലീവ്ലാൻഡ് ക്ലിനിക്കിന്. അങ്ങനെ ഞാൻ തപ്പി അലഞ്ഞു തിരിഞ്ഞു മടുത്തു കേട്ടോ. ഞാൻ അവസാനം കണ്ടുപിടിച്ചില്ല. പിന്നെ ഞാൻ ഓർത്തുന്ന ഇങ്ങനെ അവിടെ എന്താ പറയുന്നത് ഡിസ്പ്ലേ വെച്ചിട്ടുണ്ടെന്ന്. ആ ഡിസ്പ്ലേക്കകത്ത് പോയി നോക്കി ഈ ഷോപ്പ് അവിടെ ഉണ്ടോ എന്ന് നമുക്ക് ഉറപ്പിക്കണമല്ലോ. അങ്ങനെ ഡിസ്പ്ലേയിൽ നോക്കിയപ്പോൾ ആ ഷോപ്പ് അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ കണ്ടുപിടിച്ചു ഏത് ഫ്ലോറിലാണ് എവിടെയാണെന്ന്. എന്നാലും എനിക്ക് വലിയൊരു ഐഡിയ കിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, ഈ ഗലേറിയ മോളിൽ വരുമ്പോൾ ഇതിൻ്റെ ഓരോ എക്സ്റ്റൻഷന് മാത്രമേ നമ്മൾ എപ്പോഴും വരുന്നുള്ളൂ. അപ്പുറത്തെ എക്സ്റ്റൻഷനിലോട്ട് പോകുന്ന കാര്യം പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് പറയും, ഓ അടുത്ത പ്രാവശ്യം പോകുന്നേ, അവിടെ ഒന്നും കാണാനില്ലെന്നേ എന്നൊക്കെ പറയും കേട്ടോ. ആ സൈഡ് ശരിക്കും പറഞ്ഞാൽ ലക്ഷറി ബ്രാൻഡുകളുടെ മാത്രം ഒരു ഏരിയ ആയിരുന്നു പിന്നെ എനിക്ക് മനസ്സിലായത്. ഈ ഒരു മഗ്നോളിയ ബേക്കറി ഇല്ലേ, ഇത് നോട്ട് ചെയ്തു കേട്ടോ. ഈ ഒരു ബേക്കറിയിൽ മാത്രം കിട്ടുന്ന ഒരു സാധനമാണ് ബനാന പുഡിങ്. അത് വേറെ ഒരിടത്തും കിട്ടത്തില്ല. അബുദാബിയിൽ ഇവരുടെ ബനാന പുഡിങ് മസ്റ്റ് ട്രൈ ആയിട്ടോട്ടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അവിടെ പോകുമ്പോഴൊക്കെ കഴിക്കാറുണ്ട്. പക്ഷേ ഇന്ന് നമ്മളുടെ ലക്ഷ്യം ബനാന പുഡിങ് അല്ലാത്തതുകൊണ്ട് നമ്മൾ അവിടെ കയറിയില്ല. ശരിക്കും പറഞ്ഞാൽ സെഫോറയൊക്കെ കണ്ടപ്പോണ്ടല്ലോ എനിക്ക് അതിനകത്തോട്ട് തള്ളി കയറാനുള്ള ആക്രാന്തമൊക്കെ തോന്നിയെങ്കിലും ഞാൻ കൺട്രോൾ ചെയ്ത് പിടിച്ചു. കൺട്രോൾ മലഹമരെ പിടിച്ച്. എന്താണെന്നറിയത്തില്ല, സെഫോർ എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. പിന്നെ ഗ്യാപ്പ് കണ്ടപ്പോൾ ഗ്യാപ്പിനകത്ത് തള്ളി കയറി കേട്ടോ. വേറൊന്നും കൊണ്ടല്ല. ഇപ്പം നമ്മുടെ അൽവാദ മോളിലുള്ള ഗ്യാപ്പ് അടച്ചു പോയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഓർത്തന്നാൽ ചുമ്മാ എന്തോ എപ്പോൾ ഗ്യാപ്പ് കണ്ടാൽ അതിനകത്ത് കയറി നോക്കുന്ന ഒരു സന്തോഷം. അങ്ങനെ ഗ്യാപ്പിനകത്ത് കയറി. ഇത് ഈ ബാത്റൂമിലോട്ടൊക്കെ ക്യാമറ കൊണ്ട് പോകുന്നത് ഞാൻ മാത്രമേ കാണുള്ളൂ അല്ലേ. ബാത്റൂമിൻ്റെ വ്യൂ എടുത്തേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ബാത്റൂമിലോട്ട് കയറി നോക്കി. എന്താ നീറ്റ് ആൻഡ് ക്ലീൻ ബാത്റൂം അല്ലേ. നമ്മുടെ അബുദാബിയിലുള്ള വൺ ഓഫ് ദി എന്താ പറയുന്നത് ലക്ഷറിയസ് അല്ലെങ്കിൽ വൺ ഓഫ് ദി എക്സ്പെൻസീവ് ഷോപ്പിംഗ് മോൾ എന്നൊക്കെ വേണേൽ പറയാം നമ്മുടെ ഗലേറിയ മോളിനെ. ആപ്പിളിൻ്റെ ഷോപ്പൊക്കെ ഞാൻ കണ്ടുപിടിച്ചു. എന്നോട് ഞാൻ പിന്നെ സെക്യൂരിറ്റിയോട് ചോദിച്ചായിരുന്നു കേട്ടോ, ഞാൻ ഈ തപ്പി പോകുന്ന സംഭവം എവിടെയാണെന്ന്. അപ്പം സെക്യൂരിറ്റി എന്നോട് പറഞ്ഞു ഈ പോകുന്ന വഴിക്കാന്ന്. ലൂയി വിറ്റോനൊക്കെ കണ്ടിട്ട് എൻ്റെ കണ്ണടിച്ചു പോയി. ഈ ഒരു ശരിക്കും പറഞ്ഞാൽ ആപ്പിളിൻ്റെ ഷോപ്പ് ഒരു ഐലൻഡ് പോലെ തന്നെ ഉണ്ട്. ഇതിന് അങ്ങേപ്പുറത്ത് ഈ വാട്ടർ ഫൗണ്ടൻ്റെ ഒക്കെ അങ്ങേപ്പുറത്തായിട്ട് ആപ്പിളിൻ്റെ ഷോപ്പ്
വന്നേക്കുന്നത്. അങ്ങനെ ഞാൻ ആപ്പിളിൻ്റെ ഷോപ്പും ഒക്കെ പിന്നിട്ട് നേരെ അപ്പത്തോട്ട് ഈ വെള്ളമൊക്കെ കണ്ടപ്പോൾ എനിക്കവിടെ ഇറങ്ങണമെന്നൊക്കെ തോന്നിയാൽ ഈ അകത്തു നിന്നുള്ള വ്യൂ ഒക്കെ ഉള്ളൂ. കാരണം ഇപ്പം നല്ല ചൂടായതുകൊണ്ട് പുറത്തുള്ള സംഭവം ഒന്നും നടക്കുകയില്ല, അത്രയ്ക്കും ചൂടാണ് ഇപ്പോൾ അബുദാബിയിൽ. ഇങ്ങോട്ട് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിൽ നോക്കിയ പ്രാഡ, എന്താ പറയുക, ഞാൻ പറഞ്ഞില്ലേ എല്ലാ ലക്ഷറി ബ്രാൻഡും ഈ എന്താ പറയുന്നത് ഗലേറിയ മോളിലുണ്ട്. ഗലേറിയ മോളിൽ ഇല്ലാത്ത ലക്ഷറി ബ്രാൻഡൊന്നും ഇല്ലെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അത്രയും ബ്രാൻഡഡ് സാധനങ്ങൾ ഗലേറിയയിലുണ്ട്. അങ്ങനെ നമ്മൾ ഫൈനലി വന്നു പിടിച്ചു സുഹൃത്തുക്കളെ, വന്നു പിടിച്ചു. ഈ ലെറ്റോയിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ഞാൻ എൻ്റെ ഒരു ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതായിരുന്നു എൻ്റെ ലക്ഷ്യം. ഗലേറിയ മോളിൽ ലക്ഷ്യം പിടിച്ച് വന്നതിൻ്റെ മെയിൻ കാരണമാണ് ലെറ്റോ കഫേ. അതുകൊണ്ട് ഇതാണ് അതിൻ്റെ എൻട്രൻസ് കയറിയപ്പോൾ തന്നെ അവന്മാർ എനിക്ക് മെനു ഒക്കെ തന്നു. ഈ ഒരു സാധനം കഴിക്കാനാണ് നമ്മൾ പോയത് കേട്ടോ. ഇതാണ് നമ്മുടെ മിൽക്ക് കേക്ക്. ഇത് 2 തരം മിൽക്ക് കേക്ക് ഉണ്ട്. ഇതൊരു മിൽക്ക് കേക്ക് തന്നെ, അത് സാഫ്രോൺ മിൽക്ക് കേക്കാണെന്ന് അവരെന്നോട് പറഞ്ഞു. പിന്നെ അവിടെയുള്ള പേസ്ട്രീസും മുഫിനും അല്ലാത്തതും കേക്കും എല്ലാം ചുമ്മാ ഒന്ന് വീഡിയോ എടുത്ത് വെള്ളം ഇറക്കിയേക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ അതൊന്നും കണ്ടിട്ട് എനിക്ക് വെള്ളം ഇറങ്ങിയില്ല കേട്ടോ. എൻ്റെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറഞ്ഞാൽ മിൽക്ക് കേക്ക്. നമ്മുടെ ആലിയ ഭട്ട് അത് വൈറലാക്കിയപ്പോൾ തൊട്ട് അത് കഴിഞ്ഞിട്ടുള്ള യൂട്യൂബേഴ്സും എന്താ പറയുക ഇൻസ്റ്റയും വീഡിയോയും റീലും മുഴുവൻ മിൽക്ക് കേക്ക് അല്ലായിരുന്നോ. അന്ന് തൊട്ട് ഞാൻ ഓർക്കുന്ന മിൽക്ക് കേക്ക് ഒന്ന് കഴിക്കണമെന്ന്. അങ്ങനെ നമ്മുടെ ആലിയ ഭട്ട് വൈറലാക്കിയ സാധനം ഞാനും വൈറലാക്കി. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. പിന്നെ അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ മിൽക്ക് കേക്ക് ആണെങ്കിലും 2 ടൈപ്പ് മിൽക്ക് കേക്ക് അവർക്കുണ്ട് കേട്ടോ. ഒന്ന് പ്രീമിയം മിൽക്ക് കേക്കും ഒന്ന് സാഫ്രോൺ മിൽക്ക് കേക്കും. അവരുടെ മെനുവിൽ മിൽക്ക് കേക്കൊന്നും എഴുതിയിട്ടില്ലായിരുന്നു. പിന്നെ ഞാൻ അവരോട് ചോദിച്ചു കേട്ടോ മിൽക്ക് കേക്ക് ഇല്ലേന്ന്. അപ്പോൾ അവരെനിക്ക് ഇതാണ് നമ്മൾ കാത്തിരുന്ന സാധനം. കുറേ നാൾ കാത്തിരുന്നായിട്ടാണെന്ന് തോന്നുന്നു. എനിക്കെന്തോ ഭയങ്കര ഒരു ത്വരയായിരുന്നു അത് കഴിക്കാൻ വേണ്ടിയിട്ട്. എപ്പോഴും ഞാൻ ജസ്റ്റ് പറയുമ്പോൾ ജസ്റ്റ് നമുക്ക് പോകാമെന്നൊക്കെ പറയും, അങ്ങനെ പോസ്റ്റ്പോൺ ചെയ്ത് പോകും. പിന്നെ ഞാൻ പറഞ്ഞില്ല ഇത് ഇങ്ങപ്പുറത്തെ എക്സ്റ്റൻഷനിലായതുകൊണ്ട് നമ്മൾ അപ്പുറത്ത് വന്നിട്ട് അങ്ങ് പോകുന്നേ. അപ്പോൾ ഇവിടെ വന്നിട്ടില്ല, ഇതുവരെ കണ്ടിട്ടുമില്ല കേട്ടോ. ഇവിടെ ആയിരുന്നൊന്നും ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാമെന്നെങ്കിലും ഈ സ്ഥലത്തായിരുന്നൊന്നും അറിയത്തില്ല. പിന്നെ കേക്കിനെക്കുറിച്ച് പറഞ്ഞു. ഞാൻ ഇതിനെക്കുറിച്ച് വളച്ച് നീട്ടുന്നില്ല. കേക്കിനെക്കുറിച്ച് പറഞ്ഞ് ഒരു രക്ഷയില്ല കേട്ടോ. മിൽക്ക് കേക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യത്തെ വായി വെച്ചപ്പോട്ടല്ലോ ടേസ്റ്റ് കാരണം എനിക്ക് തന്നെ ചിരി വന്നേ. പിന്നെ ഞാൻ എന്നെ കൺട്രോൾ ചെയ്ത് ഞാൻ ചുറ്റും ഒന്ന് നോക്കി. പെട്ടെന്ന് തന്നെ എനിക്ക് പരിസരബോധം വന്നിട്ട് ഞാൻ കൺട്രോൾ ചെയ്ത് പിടിച്ചു. കാരണം അത്രയും നല്ല ടേസ്റ്റ്. എൻ്റെ ആ ഒരു എക്സ്പ്രഷനിൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ. അപ്പോൾ ഞാൻ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടുത്തെ ഒരു എന്താ പറയുക ഷെഫല്ല, അവിടുത്തെ ഒരു സ്റ്റാഫ് വന്നതിനോട് ചോദിച്ചു എങ്ങനെയുണ്ട് മാം മിൽക്ക് കേക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചു. ഞാൻ അടിപൊളിയാന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇനി മിൽക്ക് കേക്ക് കഴിക്കാൻ ആഗ്രഹമുള്ളവർ അബുദാബിയിൽ നിന്ന് ദുബായ് ഒന്നും പോകണ്ട. നേരത്തെ ഞാനും വിചാരിച്ചുകൊണ്ടിരുന്ന ഈ മിൽക്ക് കേക്ക് കിട്ടുന്ന നമ്മുടെ ദുബായ് മോളിൽ മാത്രമേ ഉണ്ടെന്നായിരുന്നു. അങ്ങനെയല്ല, നമ്മുടെ അബുദാബി മോളിലും കിട്ടും. അബുദാബി ഗലേറിയ മോളിൽ വന്നാൽ മതി. പണ്ടൊക്കെ ആയിരുന്നു എനിക്ക് തന്നെ വന്ന് കഴിക്കാനൊക്കെ ഭയങ്കര മടിയായിരുന്നു കേട്ടോ. ഇപ്പം പിന്നെ അങ്ങനെയൊന്നുമില്ല. ഞാൻ പറഞ്ഞ പോലെ എല്ലാവരും എന്താ പറയുക ഇഷ്ടമുള്ളവർ എല്ലാവരും പോയി കഴിക്കണമെന്നൊന്നും പറയുന്നില്ല. പക്ഷേ കഴിക്കാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ പോകാം. വലിയ പ്രൈസ് ഒന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ ഒരു കുഞ്ഞു പീസേ ഉള്ളൂ. ഒരു സ്ലൈസിന് 48 ദിറംസ്, 48 ദിറംസ് 25 ഫിൽസ് ആണ് പ്രൈസ്. അപ്പോൾ ഞാൻ ഒത്തുന്ന പുറത്തൂടെ ഇറങ്ങി അതിൻ്റെ കൂടെ ഒന്ന് വീഡിയോ ഒക്കെ എടുത്തേക്കാന്ന്. എന്താ പറയുന്നത് ഗലേറിയ മോളിൽ ഇപ്പുറത്തെ സൈഡ് ഞാൻ പറഞ്ഞില്ല, ആ സൈഡ് അങ്ങേപ്പുറത്തോട്ട് ക്ലീവ്ലാൻഡ് ക്ലിനിക്കൊക്കെയാണ്. ഞാൻ പിന്നെ അങ്ങോട്ട് പുറത്തോട്ടൊന്നും അധികം പോയില്ല കേട്ടോ. നല്ല ഹ്യൂമിഡിറ്റി ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ നടന്ന് വേർക്കും തന്നെ. പിന്നെ ഷോപ്പിംഗ് മോളിൽ കയറിയുണ്ടല്ലോ എന്നെ ഭയങ്കരമായിട്ട് സ്വെറ്റ് ചെയ്തിട്ട് നമ്മളൊരു മണവും കൂടെ കാണും. നമുക്കറിയത്തില്ല, ഞാൻ പറഞ്ഞില്ലേ പ്രത്യേകിച്ച് ഗലേറിയ മോളിൽ ഞാൻ നോക്കിയിട്ടുണ്ടല്ലോ എല്ലാം ഒരുമാതിരി ഇച്ചിരി കൂടിയ ടീംസ്, VIP ടൈപ്പ്. VIP എന്ന് പറഞ്ഞൊന്നും പറയുന്നില്ല, പക്ഷേ ഇച്ചിരി പോഷ് ടീംസൊക്കെ വരുന്നൊരു മോള് പോലെ. അപ്പോൾ പിന്നെ നമ്മൾ വേർത്ത് കുളിച്ച് ചെല്ലുന്നതൊക്കെ മോശമല്ലേ, നമ്മളെ സ്മെല്ല് ചെയ്താലോ. ഇത് കാണുമ്പോൾ കുറച്ച് പേരെങ്കിലും ചിന്തിക്കും എനിക്ക് എന്തിൻ്റെ എന്തിൻ്റെ അസുഖമെന്നൊക്കെ ചിന്തിക്കുമായിരിക്കും. പക്ഷേ ഞാൻ വിചാരിച്ചു നമ്മൾ ഓരോ ആഗ്രഹങ്ങൾ തോന്നുമ്പോഴേ നമ്മൾ ആഗ്രഹങ്ങൾ അങ്ങ് തീർത്തേക്കണം. പ്രത്യേകിച്ച് ഈ ഭക്ഷണം കഴിക്കാനുള്ള ആഗ്രഹം, നമുക്ക് കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ അല്ലേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ടല്ലേ ദൈവം, അത് തീർക്കാൻ വേണ്ടിയിട്ടാണല്ലോ ദൈവം നമുക്കൊരു കുഞ്ഞ് ലൈഫ് തന്നേക്കുന്നല്ലേ. ഇതിപ്പോൾ നമുക്ക് അനിൽ അംബാനിയുടെ മോൻ്റെ കല്യാണത്തിന് പോകണമെന്നൊന്നും ആഗ്രഹിക്കാൻ പറ്റത്തില്ല. ഇങ്ങനത്തെ ആഗ്രഹങ്ങളല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങ് ഗലേറിയ മോൾ ഉള്ള അൽമറ ഐലൻഡിലാണ് കേട്ടോ ആ ഒരു പാലം. നമ്മുടെ അബുദാബിയിലോട്ട് പോകുന്ന അബുദാബിയൊക്കെ കാണാം ഈ സൈഡിൽ നിന്ന്. ശരിക്കും പറഞ്ഞാൽ വിൻ്റർ സീസണിലൊക്കെ ഇതുവഴി നടക്കാൻ നല്ല അടിപൊളി സ്ഥലമാണ്, അടിപൊളി ഒരു ഏരിയ കേട്ടോ. കണ്ടോ നല്ല സൺസെറ്റിൻ്റെ ഒക്കെ സമയമായി. എനിക്കവിടെ കുറച്ച് നേരം നിൽക്കണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ ഹ്യൂമിഡിറ്റി കാണുന്നത് ജസ്റ്റിയുടെ ഓഫീസൊക്കെ കാണാം. അവിടെ നിന്നാൽ നമ്മുടെ സോഫിറ്റൽ ഹോട്ടൽ അങ്ങ് കാണുന്നത്. ഇത് അങ്ങ് കാണുന്ന അബുദാബി സിറ്റിയാണ് കേട്ടോ. ഇപ്പം നിങ്ങൾ കുറച്ച് പേർ ഓർക്കും എൻ്റെ പൊന്നിലിറ്റി ഈ അബുദാബിയൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്ന, ഞങ്ങളിവിടെ അല്ലേ താമസിക്കുന്നതെന്ന്. ഈ അബുദാബിയിലുള്ളവരോടൊന്നും അല്ലെന്ന് ഞാൻ ഈ പറഞ്ഞേ. അബുദാബിയിലുള്ളവരല്ലാത്തവരും കാണുന്നുണ്ടാവത്തില്ല ഈ വീഡിയോ. അവർക്ക് വേണ്ടിയിട്ട് ഞാനെന്തോ പറഞ്ഞതേ ഉള്ളൂ. അബുദാബിയിലുള്ളവർ UAയിലുള്ളവർ എന്നോടൊന്ന് ക്ഷമി. അല്ലാത്തവർ അറിയാൻ മേലാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രം പറഞ്ഞതേ ഉള്ളൂ. ഇനി ഇതിൻ്റെ പേരിൽ എന്നെ കൊല വിളിച്ച് കുരിശേ കയറ്റരുത്. ഞാനൊരു പാവല്ലേ, ഇങ്ങനെ ജീവിച്ചു പോട്ട് കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് പടമൊക്കെ പിടിച്ച് കുറേ ആൾക്കാർ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. എനിക്കും ആരാണ്ടൊക്കെ ചോദിക്കണമെന്നുണ്ട് നിൻ്റെ ഒരു ഫോട്ടോ എടുത്ത്
എടുത്ത് തരാമെന്നൊക്കെ. പിന്നെ ഞാൻ ഓർത്തു എന്തിനല്ലേ നമ്മൾ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നതെന്ന് വിചാരിച്ച് ഞാൻ പിന്നെ ഇവിടെ കുറച്ച് പടവും വീഡിയോ ഒക്കെ പിടിച്ച് തിരിച്ചു പോന്നു. ഈ ലൂയി വിറ്റൻ കണ്ടിട്ട് എനിക്ക് എടുക്കാതിരിക്കാൻ പറ്റുന്നില്ല. മുമ്പേ ഞാനൊന്ന് എടുത്തു, ഇപ്പോഴും എടുത്തു അല്ലേ. എല്ലാ പെണ്ണുങ്ങളുടെ ഒരു സ്വപ്നമായിരിക്കുമല്ലോ ലൂയി വിറ്റൻ അല്ലേ. എൻ്റെയും വലിയ സ്വപ്നം. ഞാൻ പക്ഷേ അതിനകത്തൊന്നും കയറിയില്ല. അതിനകത്ത് സെക്യൂരിറ്റി എന്നെ ഒരുമാതിരി വല്ലാത്തൊരു നോട്ടം നോക്കി. ഇവളെ എൻ്റെ ഈ ഓഞ്ഞ ലുക്ക് വെച്ചിട്ട് ലൂയി വിറ്റൻ വാങ്ങിക്കാനുള്ളൊരു കപ്പാസിറ്റി ഇല്ലയെന്ന് അങ്ങേർക്ക് തോന്നിയിട്ടാണോ എന്നറിയില്ല. 2 ഫ്ലോർ ഉണ്ട് കേട്ടോ ലൂയി വിറ്റൻ ഈ ഗലേറിയ മോളിൽ. നോക്കിയാൽ ഫെൻഡി ഉണ്ട്, പ്രാഡോ ഉണ്ട്. പണ്ടൊക്കെ ഉണ്ടല്ലോ ഞാൻ ഈ ബ്രാൻഡഡ് ഷോപ്സിലൊന്നും കയറത്തില്ല കേട്ടോ. എനിക്ക് ഭയങ്കര ചമ്മലായിരുന്നു. ഞാൻ തന്നെ ഉള്ളപ്പോഴത്തെ കാര്യമാണ്. ഞാൻ വിചാരിക്കും അവിടെ എല്ലാ ഷോപ്സിലും മിക്കപ്പോഴും സെക്യൂരിറ്റി ഇല്ലേ, അപ്പോൾ അവർ നമ്മളെ നോക്കുന്നുണ്ടോ, അല്ലെ അവർ നമ്മളെക്കുറിച്ച് എന്ത് ചിന്തിക്കും, നമ്മളെ കാണുമ്പോൾ ഇത് വായിക്കാൻ കയറുന്നതല്ലേ, അങ്ങനെയുള്ള ചിന്തകളായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി അവർ കൊടുക്കുന്നതും കാശ് നമ്മൾ കൊടുക്കുന്നതും കാശല്ലേ, പിന്നെ നമുക്ക് കയറിയാൽ എന്താ, പിന്നെ കയറുന്നവരെല്ലാം തന്നെ വായിക്കണമെന്നുണ്ടോ അല്ലേ. ഈ ഒരു സൈഡിലോട്ട് എനിക്ക് ഒന്ന് സാധനം വായിക്കേണ്ടവർ മാത്രമേ വരാറുള്ളെന്ന് തോന്നുന്നു. അമ്മാതിരി ബ്രാൻഡഡ് എല്ലാ ബ്രാൻഡഡ് സാധനങ്ങളും ഉണ്ടെന്നുള്ളതാണ്. ഞാനോർത്ത് മെറീന മോൾ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ബ്രാൻഡഡ് സാധനമുള്ളൊരു ബ്രാൻഡഡ് ഷോപ്സ് ഉള്ള ഒരു ഷോപ്പിംഗ് മോൾ ഗലേറിയ മോളാന്ന് തോന്നുന്നു. അങ്ങനെ അവിടത്തെയൊക്കെ തെണ്ടി തിരിഞ്ഞ് പിന്നെ ഞാൻ ഇപ്പുറത്തെ എക്സ്റ്റൻഷന് വന്നു കേട്ടോ. ഈ എക്സ്റ്റൻഷനിലാണ് കണ്ടോ, മറ്റിടത്ത് അധികം ആളും ബഹളമൊന്നുമില്ല. അവിടെ ബ്രാൻഡഡ് മാത്രം വാങ്ങിക്കാൻ പോകുന്നവിടെ തിരക്കേ ഉള്ളൂ. പക്ഷേ ഈ സൈഡിൽ നല്ലൊരുമാതിരി തിരക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വൈകുന്നേരം വരെ രാത്രി വരെ ഒന്നും നിന്നൊന്നുമില്ല. ഈ വെർജിൻ്റെ ഷോപ്പ് കണ്ടപ്പോൾ ഞാൻ ജേഡുക്കുട്ടനെ ഓർത്ത് കേട്ടോ. നമ്മുടെ ജേഡുവിന് ഭയങ്കര ഇഷ്ടം ഇതിനകത്ത് കയറുന്നത്. ഒരുമാതിരി അമ്മ വീട്ടിലൊക്കെ പിള്ളേർ ഓടിക്കയറുന്ന പോലെ കയറും. എന്താണെന്ന് അറിയത്തില്ല. അടുത്ത ഈ ലെഗോയുടെ ഷോപ്പ് കണ്ടപ്പോഴും ഓർത്ത് കേട്ടോ. ഈ 2 ഷോപ്പിൽ ജേഡു എപ്പോഴും ചാടി കയറുവേ. ജേഡുവിന് ഭയങ്കര ഇഷ്ടം ഈ ഷോപ്പിൽ കയറുന്നത്. ഞാൻ പറഞ്ഞില്ല അവന് ഇഷ്ടമുള്ള സാധനം വാങ്ങിച്ചു കൊടുക്കണമെന്നൊന്നുമില്ല. ജസ്റ്റ് അടുത്ത ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് വരുന്നുണ്ട്, പിൻകോഡ് എന്ന് പറഞ്ഞിട്ട്. ഇതൊരു ഷെഫാണ്, പുള്ളിയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല, എഴുതി വെച്ചിട്ടുണ്ട്. സ്റ്റാർബക്സ് ആണെങ്കിലും എനിക്കൊന്ന് 4-5 സ്റ്റാർബക്സ് ഉണ്ട് ഈ ഗലേറിയ മോളിൽ. അപ്പോൾ ഓർത്ത് നോക്കി എന്നെ ഒരു വലിയ എന്നെ ഒരു മോളാണെന്നല്ലേ. ശരിക്കും പറഞ്ഞാൽ ഗലേറിയ മോൾ മൊത്തം ഞാൻ കറങ്ങിയെന്ന് പറയും. പക്ഷേ ഞാൻ ഒരു ഷോപ്പിലും കയറിയിട്ട് ഒന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ട് എൻ്റെ ലൈഫിൽ ഒന്നും വാങ്ങിക്കാതെ തന്നെ ഇറങ്ങുന്നത്. പിന്നെ വോക്സ് സിനിമാസിൻ്റെ അവിടെ വന്നു, നമ്മുടെ ഇന്ത്യൻ പടമൊക്കെ അവിടെ ഓടുന്നൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതേ മലയാളം പടം എന്തോന്ന് ഇടിയൻ ചന്തു എന്ന് പറഞ്ഞിട്ടുള്ള മൂവി, അതിൻ്റെ ഡിസ്പ്ലേ ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ എന്നെ എടുത്തു. അത് ലിഫ്റ്റ് നോക്കി നിന്ന ആൾത്തിരക്ക് കാരണം ലിഫ്റ്റ് വരാനൊക്കെ കുറേ സമയം എടുത്തു. അപ്പോൾ ഞാൻ ലിഫ്റ്റേ വെച്ച് എൻ്റെ കുറേ പടം പിടിച്ചേക്കാന്ന്. അപ്പോഴാണ് ബാഡ് ബോയ്സിൻ്റെ പോസ്റ്റർ കാണുന്നത്. ബാഡ് ബോയ്സിൻ്റെ പോസ്റ്റർ കണ്ടപ്പോൾ ഞാനൊരു കാര്യം ഓർത്തേ. അതിനകത്ത് വിൽ സ്മിത്ത് ഇല്ലേ, വിൽ സ്മിത്തും ഞാനുമായിട്ടൊരു ബന്ധമുണ്ട്. എന്ത് ബന്ധമാണെന്ന് ചോദിച്ചാൽ വിൽ സ്മിത്തിൻ്റെ മകൻ്റെ പേരാണ് ഞാൻ എൻ്റെ മകന് വിട്ടേക്കുന്നത്, ജേഡൻ. വിൽ സ്മിത്തിൻ്റെ മകൻ്റെ പേരല്ലേ ജേഡൻ സ്മിത്ത്. അത് കണ്ടപ്പോൾ തൊട്ടുള്ള ഒരാഗ്രഹമായിരുന്നു എനിക്ക് ആൺകൊച്ചാണ് ജേഡൻ സ്മിത്ത് എന്നല്ല ജേഡൻ എന്ന് പേര് ഇടണമെന്ന്. അങ്ങനെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ നമ്മളുടെ വീട്ടിലേക്ക് തിരിച്ചു വന്നു. അപ്പോൾ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ ഷോപ്പിംഗ്. അപ്പോൾ പിന്നെ കാണാം, ബൈ.